കളരിയിൽ നിലകൾക്ക് പ്രാധാന്യമുള്ളതുപോലെ തന്നെ തന്ത്രങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട്. 5 തന്ത്രങ്ങളും 5 നിലകളും 10 വടിവുകളും 18 അടവുകളും ചേരുമ്പോൾ കളരിപ്പയറ്റ് മഹത്തായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. നിലകൾക്ക് കണക്കുണ്ട്, തന്ത്രങ്ങൾക്കും അതുപോലെ തന്നെ കൃത്യമായ ഒരവസ്ഥയുണ്ട്. ഓരോ ആയുധങ്ങൾ എടുക്കുമ്പോഴും പഴയ കാലഘട്ടങ്ങളിൽ, രാജഭരണ കാലഘട്ടങ്ങളിൽ, രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ ആയുധം പഠിക്കുന്ന സമയങ്ങളിൽ അവയെ കോർത്തിണക്കിയിരുന്നത് തന്ത്രങ്ങളിലൂടെയാണ്. തന്ത്രങ്ങൾ മാറ്റങ്ങളാണ്, തന്ത്രങ്ങൾ ഉറപ്പുള്ളതാണ്. തന്ത്രങ്ങൾ 5 തന്ത്രങ്ങളാണ് പ്രധാനമായും: മുക്തം, അമുക്തം, പാണിമുക്തം, മുക്തസന്ധാരിതം, യന്ത്രമുക്തം എന്നിങ്ങനെയാണ് അവയുടെ പേര്. കൈകളിൽ ആയുധങ്ങൾ വെച്ച് ചലിപ്പിക്കുന്നതിന് യന്ത്രമുക്തം, പാണിമുക്തം എന്നാണ് പറയുന്നത്. പാണി എന്ന് വെച്ചാൽ കൈ എന്നാണ് അർത്ഥം. കൈ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതിനെ പാണിമുക്തം എന്ന് വേണമെങ്കിൽ പറയാം. കയ്യിൽ നിന്ന് എടുത്തെറിയുക, കൈ കൊണ്ട് വെട്ടുക, കയ്യിൽ പിടിച്ചിട്ട് ഉപയോഗിക്കുക, ആ ഒരു രീതിയിൽ എതിരാളിയുടെ കയ്യിലേക്ക് നമ്മൾ ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതെ ഒരേ കണക്കിൽ നിന്ന് പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ട് അതിനെ പാണിമുക്തം, പാണിമുക്തം എന്ന് പറയുന്നു. എതിരാളികൾ നമ്മുടെ കയ്യിൽ വെച്ച് പ്രവർത്തിക്കുകയും എതിരാളികൾ ആയുധങ്ങൾ കൊണ്ടുവന്നാൽ നമ്മൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നതിനെയാണ് പാണിമുക്തം എന്ന് പറയുന്നത്. മുക്തവും അമുക്തവും: മുക്തം എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കുക, അമുക്തം എന്ന് വെച്ചാൽ വാങ്ങിക്കാതിരിക്കുക അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. മുക്തസന്ധാരിതം: കൊടുക്കുകയും നീട്ടിപ്പിടിക്കുകയും തിരിച്ചു വലിക്കുകയും ചെയ്യുക. യന്ത്രമുക്തം എന്ന് വെച്ചാൽ ഒരു യന്ത്രത്തിൽ നിന്നും വലിച്ചെറിയുന്നത് പോലെ എടുത്തെറിയുക. അത് അമ്പുമില്ലും, കവിണ ഇവയെല്ലാം അവയ്ക്ക് ഉദാഹരണങ്ങളാണ്. അതുപോലെ പീരങ്കി, ഇപ്പോൾ തോക്കിൽ നിന്ന് വരുന്നത് യന്ത്രമുക്തമാണ്. യന്ത്രമുക്തം പ്രധാനമാണ്. ഇപ്പോൾ പലവിധ യന്ത്രങ്ങൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ കവണയും തെറ്റാടിയും അമ്പുമില്ലും ഒക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നെ അത് വഴിമാറി പീരങ്കിക്ക് വഴിമാറി, പിന്നെ തോക്കുകൾക്ക് വഴിമാറി. അതുപോലെ അവ കളരികളിലാണ് വ്യക്തമായ അവസ്ഥയിൽ കാണിച്ച് കൊടുത്തിരുന്നത്. അപ്പം 5 തന്ത്രങ്ങൾ. 5 തന്ത്രങ്ങളെന്ന് പറയുമ്പം മുക്തം, അമുക്തം, പാണിമുക്തം, മുക്തസന്ധാരിതം, യന്ത്രമുക്തം എന്നിങ്ങനെയാണ് അവയുടെ പേരുകൾ. 5 നിലകൾ. 5 നിലകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ വ്യക്തമായ 5 നിലകൾ പോലെ വ്യക്തമായ അവസ്ഥയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് തന്ത്രങ്ങൾ. തന്ത്രങ്ങൾ വ്യക്തമാർന്ന അവസ്ഥയാണ്.